ഇന്നലെ എൻ്റെ അടുത്ത സുഹൃത്തായിട്ട് ഒരുമിച്ചിരിക്കുമ്പോൾ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ വിളിച്ച് അന്വേഷിച്ചാണ്. ഇന്നലെ വൈകുന്നേരം ഒരു 9 മണിയോടുകൂടി ഞാൻ വിളിച്ചിരുന്നു. അപ്പൊ സാർ ഓക്കെ അല്ലേ എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അതിൽ നിന്നുള്ള രീതിയിൽ സംഭവം ഉണ്ടാവാൻ അത്ര സ്ട്രോങ് പേഴ്സണാലിറ്റി ആയിരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയും സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. അത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ മനസാക്ഷിയെ വളരെയധികം ഞെട്ടിച്ചൊരു വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നത് അല്ലെ. കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ മുതലാളിയായിട്ടുള്ള CJ റോയ് ജീവൻ ഒടുക്കി എന്നുള്ള വാർത്ത ഇന്നലെ വൈകുന്നേരമാണ് ഇവിടുത്തെ മീഡിയകളെല്ലാം ഈ വാർത്ത പുറത്തു വിടുന്നത്. സത്യം പറഞ്ഞാൽ ആദ്യം ഞാൻ ഈ വാർത്ത കേട്ട സമയത്ത് ലിറ്ററലി ഷോക്കായി പോയി എന്നുള്ളതാണ്. കാരണം കേരളം കണ്ട ഏറ്റവും വലിയ ബിസിനസ് മാഗ്നറ്റിൽ ഒരാളാണ് ഇയാൾ. ഞാൻ ഏറ്റവും അവസാനമായി ഇയാളെ കാണുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ വെച്ചാണ്. അന്ന് ബിഗ് ബോസ് വിന്നർ ആയിട്ടുള്ള അനുമോൾ ഇയാൾ കൺഗ്രാജുലേറ്റ് ചെയ്ത് സംസാരിച്ചതും അതുപോലെ തന്നെ ആ വേദിയിൽ വെച്ച് ഭയങ്കര പോസിറ്റീവായി അയാൾ നടത്തിയ സ്പീച്ചും ഒക്കെ ഇപ്പോഴും എന്റെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നുണ്ട്. കാരണം ഇതൊന്നും നടന്നിട്ട് അധികം നാളായിട്ടില്ലല്ലോ. ഇപ്പൊ എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല, ബിഗ് ബോസ് മലയാളത്തിന് വിന്നിംഗ് എമൗണ്ട് ആയിട്ടുള്ള 50 ലക്ഷം സ്പോൺസർ ചെയ്യുന്നത് ഇയാളാണ്. ബിഗ് ബോസ് മാത്രമല്ല, ഒരു കാലത്ത് കേരളത്തിലെ ടോപ്പ് റിയാലിറ്റി ഷോ ആയിരുന്ന ഐഡിയ സ്റ്റാർ സിംഗർ പോലും ഇയാളാണ് സ്പോൺസർ ചെയ്തിരുന്നത്. ഐഡിയ സ്റ്റാർ സിംഗർ ആദ്യത്തെ സീസണിലൊക്കെ വിന്നിംഗ് എമൗണ്ട് എന്ന് പറയുന്നത് 42 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ് ആണ് അല്ലെ. എനിക്ക് ഓർമ്മയുണ്ട്, പണ്ടൊക്കെ ഞാൻ ചെറുപ്പത്തിൽ ഈ ഐഡിയ സ്റ്റാർ സിംഗർ ഇങ്ങനെ ടിവിയിൽ കാണുന്ന സമയത്ത് എപ്പോഴും ഏഷ്യാനെറ്റിൽ ഈ ഐഡിയ സ്റ്റാർ സിംഗറിന് പരസ്യം വരാറുണ്ട് അല്ലെ. അപ്പോഴെല്ലാം ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ മുതലാളിയായിട്ടുള്ള ഇങ്ങനെ CJ റോയ് ഇങ്ങനെ ടിവിയിൽ വന്ന് ഇങ്ങനെ സംസാരിക്കുന്ന കാണാമായിരുന്നു. ഐഡിയ സ്റ്റാർ സിംഗറിന്റെ വിജയിക്ക് ലഭിക്കാൻ പോകുന്നത് 42 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളുടെ ഇങ്ങനെ ഫ്ലാറ്റ് ഇങ്ങനെ കാണിക്കും. അപ്പൊ അന്നൊക്കെ ഞാൻ കരുതിയിരുന്നത് ഈ ഐഡിയ സ്റ്റാർ സിംഗർ വിജയിക്കുന്ന ഒരാൾക്ക് ഒരു ഫ്ലാറ്റ് മൊത്തം കിട്ടും എന്നുള്ളതാണ്. പക്ഷെ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് അതിലൊരു അപ്പാർട്ട്മെന്റ് മാത്രമാണ് കിട്ടുന്നത് എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് ജനങ്ങൾക്കിടയിൽ ഐഡിയ സ്റ്റാർ സിംഗർ ഒരു പോപ്പുലർ ഷോ ആയി മാറിയ സമയം തൊട്ടേ CJ റോയ് മേധാവിയായിട്ടുള്ള കോൺഫിഡൻസ് ഗ്രൂപ്പ് മലയാളികൾക്കിടയിൽ ഫെമിലിയർ ആണെന്നുള്ളതാണ്. ഈ ഐഡിയ സ്റ്റാർ സിംഗർ തൊട്ട് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാണെങ്കിൽ ഈ ഏഷ്യാനെറ്റിന്റെ ഒരുവിധ എല്ലാ റിയാലിറ്റി ഷോകളിലെല്ലാം മെയിൻ സ്പോൺസർ എന്ന് പറയുന്നത് ഈ പറയുന്ന കോൺഫിഡൻസ് ഗ്രൂപ്പാണ്. അത്രയും വേണ്ടി ഈ പറയുന്ന കോൺഫിഡൻസ് ഗ്രൂപ്പും ഏഷ്യാനെറ്റും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു അഭേദ്യമായിട്ടുള്ള ബന്ധമാണ് ഈ പറയുന്ന ഏഷ്യാനെറ്റും കോൺഫിഡൻസ് ഗ്രൂപ്പും തമ്മിൽ. ഞാൻ കണ്ടിടത്തോളം ഏഷ്യാനെറ്റിന്റെ ഒട്ടുമിക്ക റിയാലിറ്റി ഷോകളുടെയും ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ ഇയാൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. അങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന സമയങ്ങളിലെല്ലാം ഇയാളുടെ വക ഒരു 2 മിനിറ്റ് സ്പീച്ച് ഉണ്ടാകും. അപ്പോഴെല്ലാം ഭയങ്കര പോസിറ്റീവായും ഭയങ്കര കോൺഫിഡന്റോടും കൂടിയാണ് ഇയാൾ സംസാരിക്കാറുള്ളത്. ഇയാളുടെ സംസാരം കേൾക്കുന്ന ഏതൊരാൾക്കും ഒരു പോസിറ്റീവ് ഓറ ഫീൽ ചെയ്യാറുണ്ട്. ആ ലെവലിലായിരുന്നു ഇയാളുടെ സ്പീച്ചുകളും കാര്യങ്ങളും ഒക്കെ. അങ്ങനെയുള്ള ഒരാൾ സ്വയം ജീവൻ ഒടുക്കിയെന്നൊക്കെ കേട്ടപ്പോൾ എന്തോ വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷെ എന്ത് ചെയ്യാനാകും, റിയാലിറ്റി അതാണല്ലോ, നമ്മളത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റും. എനിവേ, ഇനി ഇയാളുടെ മരണം നടന്ന പശ്ചാത്തലത്തെ കുറിച്ച് പറയുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ അവിടെ പറയേണ്ടതുണ്ട്. പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇയാളുടെ സ്ഥാപനമായിട്ടുള്ള കോൺഫിഡൻസ് ഗ്രൂപ്പിൽ IT റൈഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ 12ഓളം ബ്രാഞ്ചിൽ കഴിഞ്ഞ 3 ദിവസങ്ങളായി IT റൈഡ് നടന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവരുടെ ഹെഡ് ഓഫീസ് വരുന്നത് കർണാടകയിലാണ്. കർണാടകയിലെ ബാംഗ്ലൂരിലെങ്ങാനുമാണ് ഇവരുടെ ഹെഡ് ഓഫീസ് വരുന്നത്. എന്തുകൊണ്ട് മലയാളിയായിട്ടുള്ള ഇയാളുടെ സ്ഥാപനത്തിന്റെ ഹെഡ് ഓഫീസ് ബാംഗ്ലൂർ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ, ഇവർ അവിടെ നിന്നാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീടാണ് ഇവർ കേരളത്തിലേക്കും തുടർന്ന് ദുബായിലേക്കും ഒക്കെ ഇവരുടെ ബിസിനസ് വ്യാപിപ്പിക്കുന്നത്. ഇവിടെ CJ റോയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരൻ അധികവും ഉണ്ടാവാറുള്ളത് പുള്ളിക്കാരന്റെ ഹെഡ് ഓഫീസ് ആയിട്ടുള്ള ബാംഗ്ലൂരിലാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇദ്ദേഹം ബിസിനസ് ചെയ്യാൻ വേറെ ടീമിനാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഇവൻ കേരളത്തിൽ പോലും ഇദ്ദേഹം വേറൊരു ടീമിനാണ് ബിസിനസ് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുള്ളത്. ദുബായിൽ വേറെ ടീമാണ് നോക്കുന്നത്. ബാംഗ്ലൂരിലുള്ള ബിസിനസ് മാത്രമാണ് ഇയാൾ സ്വമേധയെ ഏറ്റെടുത്ത് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളെ കാണണമെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ പോയാലേ കാണാൻ സാധിക്കത്തുള്ളൂ. പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് കേരളത്തിൽ വരുമ്പോൾ കാണാം, അത്രയേ ഉള്ളൂ. എന്തായാലും വളരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു ബിസിനസ് ശൃംഖലയാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്നുള്ളത് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ. എനിവേ, അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിലാണ് കഴിഞ്ഞ 3 ദിവസത്തോളമായി IT റൈഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ റൈഡ് നടക്കുന്ന സമയത്ത് ഈ പറയുന്ന CJ റോയ് സ്ഥലത്തില്ലായിരുന്നു. ആള് ദുബായിൽ എങ്ങാനും പോയതായിരുന്നു. പിന്നീട് റൈഡ് നടത്തുന്ന IT ഉദ്യോഗസ്ഥർ ഇങ്ങനെ വിളിച്ചു വരുത്തുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം അവർ വിളിച്ചത് പ്രകാരം നേരെ ബാംഗ്ലൂരിൽ എത്തുന്നു. അവിടെ വെച്ച് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിനിടെയാണ് ഒരു ഡോക്യുമെന്റ് എടുക്കാനെന്നോണം ഇദ്ദേഹം ഒരു ഓഫീസിലേക്ക് ചെന്ന് സ്വയം ജീവൻ ഒടുക്കുന്നത്. പിന്നെ കോൺഫിഡൻസ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടല്ല അവരുടെ സ്ഥാപനത്തിൽ ഒരു IT റൈഡ് നടക്കുന്നത്. ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. അവസാനമായി IT റൈഡ് നടന്ന ഡേറ്റ് എന്ന് പറയുന്നത് 2024 ഡിസംബറിലാണ്. അന്ന് ഇതേമാതിരി കോൺഫിഡൻസ് ഗ്രൂപ്പിനെ ആസ്ഥാനമാക്കി IT റൈഡ് നടന്ന സമയത്ത് ഈ പറയുന്ന കോൺഫിഡൻസ് ഗ്രൂപ്പ് മേധാവിയായിട്ടുള്ള CJ റോയ് എന്താക്കി, നേരെ കർണാടക ഹൈക്കോർട്ടിനെ സമീപിച്ച് എന്നിട്ട് 1 വർഷത്തേക്കുള്ള സ്റ്റേ ഹൈക്കോർട്ടിൽ നിന്ന് വാങ്ങിച്ചെടുത്തു. 1 വർഷത്തേക്ക് കോൺഫിഡൻസ് ഗ്രൂപ്പിൽ IT റൈഡ് ഒന്നും നടത്താൻ പാടില്ല എന്ന് കോടതി ഉത്തരവിടുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്ക് ഈ പറയുന്ന IT ഉദ്യോഗസ്ഥർക്ക് കോൺഫിഡൻസ് ഗ്രൂപ്പിനെ തൊടാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ടത്, കേരളത്തിൽ നിന്നുള്ള ഒരു ടീം തന്നെയാണ് കേട്ടോ അവിടെ സ്ഥാപനത്തിൽ കയറി റൈഡ് നടത്തുന്നത്. എന്തായാലും 2024 1 വർഷത്തേക്കുള്ള സ്റ്റേ ലഭിച്ചു. അങ്ങനെ ഏകദേശം 3-4 ദിവസങ്ങൾക്ക് മുമ്പാണ് ആ സ്റ്റേയുടെ കാലാവധി തീർന്നത്. അങ്ങനെ കാലാവധി തീരുന്ന സാഹചര്യത്തിൽ വീണ്ടും ഈ പറയുന്ന IT ഉദ്യോഗസ്ഥർ എന്താക്കി, ഈ പറയുന്ന CJ റോയുടെ ഓഫീസിൽ കയറി അടുത്ത റൈഡ് ആരംഭിച്ചു. ഇവർ ഈ സ്റ്റേ അങ്ങ് തീരാൻ കാത്തിരിക്കായിരുന്നു ഉടനെ തന്നെ അടുത്ത റൈഡുമായി ഇറങ്ങാൻ. എന്തായാലും ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് വളരെ ടാർഗറ്റഡ് ആയി ഈ പറയുന്ന IT ഉദ്യോഗസ്ഥർ കോൺഫിഡൻസ് ഗ്രൂപ്പിനെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ റൈഡ് നടത്തിയ പോലെ ഇത് തോന്നുന്നുണ്ട് അല്ലെ. എനിവേ, ഇങ്ങനെ പൊടുന്നതിനുള്ള റൈഡിന് പിറകെ ഈ പറയുന്ന IT ഉദ്യോഗസ്ഥർ ദുബായിലുള്ള CJ റോയിനെ
ബാംഗ്ലൂരിലേക്ക് വിളിച്ചു വരുത്തുന്നു. ഹെഡ് ഓഫീസിൽ വെച്ച് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു. പക്ഷെ ഇങ്ങനെ ചോദ്യം ചെയ്യേണ്ട സമയത്ത് പാലിക്കേണ്ട യാതൊരുവിധ പ്രോട്ടോകോളുകളും IT ഉദ്യോഗസ്ഥർ പാലിച്ചില്ലെന്നാണ് പറയപ്പെടുന്നത്. പ്രധാനമായും ഇങ്ങനെ ഒരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് അടിച്ചു കയറി റൈഡ് ചെയ്യുന്ന സമയത്ത് പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അതിൽ ആദ്യത്തേത്, ഏത് സ്ഥാപനത്തിലേക്കാണ് റൈഡ് നടത്തുന്നത് ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള മുതലാളിയുടെ ദേഹ പരിശോധന നടത്തണം. അയാളുടെ കയ്യിൽ യാതൊരുവിധ മാരകായുധങ്ങളും ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. പക്ഷെ അങ്ങനെയൊന്നും IT ഉദ്യോഗസ്ഥർ ആരും ചെയ്തില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇങ്ങനെ റൈഡ് നടത്തുന്ന സമയത്ത് പ്രകോപനപരമായി സ്ഥാപനത്തിന് മുതലാളി എന്തെങ്കിലും ചെയ്യാൻ സാധ്യത ഉള്ളതിനാൽ എപ്പോഴും അയാളുടെ കൂടെ ഒരാൾ നിൽക്കണം. ഇവിടെ അങ്ങനെയൊന്നും നടന്നിട്ടില്ല. മാത്രമല്ല, ആവശ്യപ്പെടുന്ന ഡോക്യുമെന്റ്സ് എടുക്കാൻ വേണ്ടി അയാൾ എവിടേക്കെങ്കിലും പോകുന്ന സമയത്ത് കൂടെ ഒരാളും കൂടി ചെല്ലണം. അങ്ങനെയും ഇവിടെ സംഭവിച്ചിട്ടില്ല. അതൊരു ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ്, അല്ലേ? ഒരു പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ IT ഉദ്യോഗസ്ഥർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ CJ റോയ് മരണപ്പെടില്ലായിരുന്നു. ഒന്നും വേണ്ട, അറ്റ്ലീസ്റ്റ് ഒരു ദേഹപരിശോധനയെങ്കിലും നടത്താമായിരുന്നു, അല്ലേ? ഇവിടെ ആക്ച്വലി സംഭവിച്ചത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൈഡിനിടയിൽ IT ഉദ്യോഗസ്ഥർ എന്തോ ഒരു ഫയൽ ആവശ്യപ്പെടുന്നു. അത് എടുക്കാൻ എന്നോണം ഇയാൾ നേരെ ഓഫീസിലേക്ക് ചെല്ലുന്നു. അവിടെ വെച്ചൊരു ശബ്ദം കേൾക്കുന്നു. അങ്ങനെ ഓടിച്ചെന്നുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? ഇയാൾ ചേതനേറ്റ് കിടക്കുന്നതാണ്. ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കാരണം IT ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം ഇയാൾ മരിക്കാനുള്ള സാഹചര്യം ഒരുക്കിയതാണോ എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ വരെ ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, അല്ലേ? കാരണം അത്തരത്തിലുള്ള സംഭവ വികാസങ്ങളാണല്ലോ അരങ്ങേറിയിരിക്കുന്നത്. എന്തായാലും CJ റോയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകളും ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇൻവോൾവ്മെന്റ് ഇതിലുണ്ടോ എന്നുള്ളതാണ്. നമുക്കറിയാം, പൊതുവെ ഈ സെലിബ്രിറ്റീസിന് കേസിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും പാർട്ടിക്കെതിരെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാണെങ്കിൽ പിന്നെ സംഭവിക്കുന്ന കാര്യം എന്താണ്? അവരുടെ വീട്ടിലേക്ക് നേരെ ഒരു റൈഡ് വരും. മുമ്പ് പൃഥ്വിരാജിന്റെ വീട്ടിലൊക്കെ ഇതുപോലെ റൈഡ് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു റൈഡ് മനഃപൂർവ്വം നടത്തുന്നത് എന്തിനാണ്? ഞങ്ങളുടെ പാർട്ടിക്കെതിരെ വെറുതെ കളിക്കാൻ നിൽക്കേണ്ട, പണി കിട്ടുമെന്നൊരു മുന്നറിയിപ്പ് ഈ പറഞ്ഞ സെലിബ്രിറ്റിക്ക് നൽകാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? ഇങ്ങനെ മനഃപൂർവ്വം പല സെലിബ്രിറ്റികളെയും റൈഡ് നടത്തിയും സൈലന്റ് ആക്കുന്ന ഒരു പ്രവണത പല പാർട്ടിക്കാരും കുറെ കാര്യങ്ങളായി ചെയ്യാറുണ്ട്. ഇനി അതിന്റെ ഭാഗമായിട്ടാണ് ഈ IT റെയ്ഡും എന്ന ആരോപണവും നല്ല രീതിയിൽ ഉയർന്നു വരുന്നുണ്ട്. പക്ഷെ ഞാൻ നോക്കിയെടുത്തോളം ഈ പറഞ്ഞ CJ റോയ് പബ്ലിക്കായി ഒരു പാർട്ടിക്കെതിരെയും എവിടെയും പ്രവർത്തിച്ചിട്ടില്ല. ഇയാൾ ഒരു പ്രസംഗമോ ഒരു സ്റ്റേറ്റ്മെന്റോ പോലും നടത്തിയിട്ടില്ല. അങ്ങനെയുള്ള ഒരാൾക്കെതിരെ ഇങ്ങനെ അൺവാണ്ടഡ് ഏതെങ്കിലും പാർട്ടിക്കാർ പണി കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി പേഴ്സണലി ഇയാൾ ഏതെങ്കിലും പാർട്ടിക്ക് ഇട്ട് പണി കൊടുക്കാൻ നോക്കിയൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും അതിനെക്കുറിച്ചൊക്കെയുള്ള സത്യാവസ്ഥകൾ ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു. എന്തുതന്നെയായാലും നിലവിൽ വന്ന റിപ്പോർട്ട് അനുസരിച്ച് CJ റോയുടെ സ്ഥാപനത്തിലേക്ക് റൈഡ് നടത്തിയ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവരെ വളരെ ഹാർഷ് ആയിട്ടായിരുന്നു പെരുമാറിയിരുന്നത്. നിരന്തരമായി CJ റോയെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നും പറയുന്നുണ്ട്. ഇയാൾ അറസ്റ്റ് ചെയ്യുമെന്നൊരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ല, CJ റോയുടെ കുടുംബം ആരോപിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള പശ്ചാത്തലത്തിലാണ് അയാൾ ജീവനെടുക്കാൻ തയ്യാറാവുന്നത്. എനിവേ, ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന IT ഉദ്യോഗസ്ഥരെ പിണക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ CJ റോയ് ചെയ്തിട്ടുണ്ടാകണം, അല്ലേ? പക്ഷെ സ്വയം ജീവനെടുക്കാൻ മാത്രം ഇവർക്കിടയിൽ എന്ത് പ്രശ്നമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരു റൈഡ് വന്നതിന്റെ പേരിൽ ഒരാൾ ആത്മഹത്യ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംഭവമായിരിക്കും ഇത്. മുമ്പെങ്കിലും ഞാൻ ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ല, പ്രത്യേകിച്ച് ബിസിനസ്സുകാരുടെ കാര്യത്തിൽ. മുമ്പ് കടം വന്ന് പല ബിസിനസ് ഓണർമാരും ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കഫേ കോഫിയുടെ ഓണറൊക്കെ ഇതേമാതിരി ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ഇങ്ങനെ റെയ്ഡ് വന്നതിന് പേരിൽ ആത്മഹത്യ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇവിടെ CJ റോയുടെ ഭാഗത്തു നിന്നും വ്യാപകമായിട്ടുള്ള ക്രമക്കേടുകൾ സംഭവിച്ചിട്ടുണ്ടാകണം. അത് പുറത്തു വരുമോ എന്നുള്ള ഭയം കാരണമായിട്ടായിരിക്കണം ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ഇനി അതല്ല എങ്കിൽ മനഃപൂർവ്വം ഇയാൾ ബിസിനസ് ചെയ്യാൻ വിടില്ല എന്നുള്ള തരത്തിൽ IT ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും നീക്കം ഉണ്ടാവണം. അങ്ങനെയുള്ള സാഹചര്യത്തിലും ഭാവിയിൽ ഇയാൾ കമ്മിറ്റ് ചെയ്ത പല പ്രൊജക്ടുകളും മുടങ്ങിയേക്കാം, അല്ലേ? അത് കാരണം ഇയാൾക്ക് ഒരു പക്ഷേ ഹ്യൂജ് ലോസ് ഉണ്ടായേക്കാം. അത് മനസ്സിൽ കണ്ടും ഇയാൾ ആത്മഹത്യ ചെയ്യാം. ഇതൊക്കെ ഒരു പോസിബിലിറ്റി മാത്രമാണ്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. എനിവേ, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് ഓഫീസ് സ്റ്റാഫായിട്ട് ഒരു വ്യക്തിയുടെ വോയിസ് ക്ലിപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മൾ എന്തായാലും കണ്ടോക്കാം. സംഭവം ഉണ്ടാവാൻ അത്ര സ്ട്രോങ് പേഴ്സണാലിറ്റി ആയിരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയും സ്ട്രൈറ്റ് ആയിട്ട് പോകുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. അത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്ന ഒരു സംഭവമാണ് എന്നൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ എന്റെ അടുത്ത സുഹൃത്തായിട്ട് ഒരുമിച്ചിരിക്കുമ്പോൾ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ വിളിച്ച് അന്വേഷിച്ചാണ്. ഇന്നലെ വൈകുന്നേരം ഒരു 9 മണിയോടുകൂടി ഞാൻ വിളിച്ചിരുന്നു. അപ്പൊ സാർ ഓക്കെ അല്ലേന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, അതിൽ നിന്നുള്ള രീതിയിൽ. അതാണ്, ഇന്നലെ വരെ ഒരു പ്രശ്നവുമില്ലാത്ത വ്യക്തിയായിരുന്നു. മാത്രമല്ല ജീവിതത്തിൽ ഉടനീളം ഇയാൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുമാണ് ഈ സ്റ്റാഫ് പറഞ്ഞു വെക്കുന്നത്, അല്ലേ? അങ്ങനെയുള്ള ഒരാൾക്ക് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ സംതിങ് ഫിഷി, അല്ലേ? ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇയാൾ ഒരു തരത്തിലും ആത്മഹത്യ ചെയ്യില്ല എന്ന് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് എല്ലാവരും അടിവരയിട്ട് പറയുന്നത്. കാരണം ജീവിതത്തിന് അത്രക്കും പോസിറ്റീവായിട്ടാണ് ഇയാൾ കണ്ടിരുന്നത്. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഇയാളുടെ മരണവാർത്ത കേട്ട സമയത്ത് ഞാൻ ആദ്യം ചെയ്ത പരിപാടി എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ ഇയാളുടെ ഇന്റർവ്യൂകളൊക്കെ ഇരുന്ന് ഞാൻ കാണുകയായിരുന്നു ചെയ്തിരുന്നത്. കാരണം ഇയാൾ എങ്ങനെയുള്ള വ്യക്തിയാണ്, ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ മാത്രം കാര്യങ്ങളോളം ഡിപ്രഷൻ പിടിപെട്ട ഒരു വ്യക്തിയാണെന്നൊക്കെ നമുക്ക് അറിയണമല്ലോ. അങ്ങനെ അറിയാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് റീസെന്റ് ഇയാൾ വന്ന ഇന്റർവ്യൂകളെല്ലാം കാണുക എന്നുള്ളതാണ്. അതിലുള്ള അയാളുടെ സംസാര രീതി വെച്ച് നമുക്ക് മനസ്സിലാക്കാമല്ലോ അയാൾ എങ്ങനെയുള്ള ആളാണെന്നുള്ളത്. അത് കാരണമായി തന്നെ ഞാൻ റീസെന്റ് ഇയാളുടെ 2-3 ഇന്റർവ്യൂകളൊക്കെ ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഏറ്റവും അവസാനം അയാൾ ഇന്റർവ്യൂ കൊടുത്തത് ഏത് എഡിറ്റോറിയൽ എന്ന് പറഞ്ഞ ചാനൽ അങ്ങനെ 3 മാസം മുമ്പേ ആണ്. അതിൽ ഇയാളുടെ സംസാരം കേട്ടപ്പോൾ ഉള്ളത് പറയാലോ, ഞാൻ വാ പൊളിച്ചിരുന്ന് പോയിക്കാണ്.
അത്രക്കും പോസിറ്റീവ് ആയിരുന്നു ഇയാൾ സംസാരിച്ചിരുന്നത്. ഇയാളുടെ ലൈഫിൽ ഓരോ പ്രതിസന്ധികൾ വന്നപ്പോൾ ഇയാൾ അതെങ്ങനെ തരണം ചെയ്തു എന്നതിനെ കുറിച്ചൊക്കെ ഇയാളെ ഇന്റർവ്യൂകളൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണെന്ന് അയാൾ അത് പറയുന്നത്. അത് കേട്ട സമയത്ത് എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയി പോയി. എനിക്ക് അയാളോട് എന്തോ ഭയങ്കര റെസ്പെക്ട് ഒക്കെ തോന്നിപ്പോയി. അത്രക്കും അടിപൊളിയായിരുന്നു ഇയാളുടെ സംസാര രീതി എന്ന് പറയുന്നത്. ഇപ്പൊ റീസെന്റ് വന്നൊരു ഇന്റർവ്യൂവിൽ ഇയാൾ ബിസിനസിന് തുടക്ക സമയത്തുണ്ടായ ചില പ്രതിസന്ധികളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതായത് ഇയാൾ ആദ്യമായിട്ടാണ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഓഫീസ് ബാംഗ്ലൂരിൽ ഇടുന്നത്. അങ്ങനെ അവിടെ വെച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഇയാൾ ചിന്തിച്ച സമയത്താണ് അന്ന് ഗവൺമെന്റിന്റെ ഒരു സ്റ്റേ ഓർഡർ വരുന്നത്. അതോടെ നിയമപരമായി ഇദ്ദേഹത്തിന് ബാംഗ്ലൂരിൽ കുറച്ച് കാലത്തേക്ക് ഇതേമാതിരി ബിസിനസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നു. അങ്ങനെ ഇയാൾ എന്ത് ചിന്തിച്ചു? നേരെ ദുബായ് പോയി ബിസിനസ് ചെയ്യാം. അങ്ങനെ ഇയാൾ എന്താക്കി, നേരെ ഇയാളുടെ ക്രൂ മെമ്പേഴ്സിനെയും കൂട്ടി നേരെ ദുബായിലേക്ക് വിമാനം കയറി. അവിടെ വെച്ച് ഇയാൾ 100 ഫ്ലാറ്റിന് പ്രൊജക്ട് അങ്ങ് അനൗൺസ് ചെയ്തു. അതിനുള്ള പരിപാടിയും ആരംഭിച്ച് അതിന്റെ റോഡ് ഷോ ഒക്കെ തുടങ്ങി. കോടിക്കണക്കിന് ഇൻവെസ്റ്റ്മെന്റ് അതിന്റെ പേരിൽ നടത്തി. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഒരൊറ്റ ഫ്ലാറ്റ് പോലും ദുബായിൽ സെയിലായില്ല. കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തൊരു പ്രൊജക്ട് ആണെന്ന് ഓർക്കണം. ബിസിനസ് എല്ലാം പൂട്ടിക്കെട്ടി കോടികളുടെ കടം വരുമെന്ന ഒരു അവസ്ഥയിലെത്തി കാര്യങ്ങൾ. പക്ഷെ അവിടെ നിന്നും ഇദ്ദേഹം എങ്ങനെയാണ് ബിസിനസ് തിരിച്ചു പിടിച്ചത് എന്നുള്ളത് ഇദ്ദേഹം ഇന്റർവ്യൂവിൽ വന്നിരുന്ന് പറയുന്നത്. നിങ്ങൾ എന്തായാലും ഒന്ന് കേട്ടു നോക്കി. ഇത് 100 ഫ്ലാറ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ ദുബായിൽ കൊണ്ടുപോയി ലോഞ്ച് ചെയ്യാന്ന്. അങ്ങനെ ഞങ്ങൾ ദുബായിലേക്ക് വന്നു. ഒരു റോഡ് ഷോ നടത്തി. ഓക്കെ, ലേ മെറിഡിയൻ. ഏത് വർഷം ഇത്? ഇത് 2007 2006 എൻ്റെ. നിങ്ങൾക്കൊരു എത്ര എണ്ണം വിറ്റു എന്നറിയോ? ഒരു 19 എണ്ണം. വട്ടം 0 ഒന്നുമില്ല, 0 അവിടെ അടി. സ്റ്റാഫെല്ലാം വിചാരിച്ചു ഇപ്പൊ സാർ അപ്സെറ്റ് ആവും. എന്റെ വീട്ടിലൊരു മീറ്റിംഗ് എല്ലാം വിളിച്ചു കൂട്ടി. ഇനി നിങ്ങളെത്തും, ഞാൻ കുറച്ച് ഷോർട്ട് ടെമ്പേർഡാണ് ഫോർ തിങ്സ് ഗോ റോങ്. ഓക്കെ. അപ്പൊ എല്ലാവരും ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗഫാർ വന്നു. ഞാനപ്പോൾ ഗഫാറിനെ ഹഗ് ചെയ്ത് ഞാൻ പറഞ്ഞു, എൻ്റെ ആർക്കിടെക്ട് ഉണ്ട് രേവതി എന്ന് പറഞ്ഞ ലേഡിയാണ്. ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ ദുബായിൽ പോയി 0 സെയിലാണ്, നമുക്ക് ആ പ്രോജക്റ്റ് ക്വാളിഫൈ ചെയ്യണം. അപ്പൊ എല്ലാവർക്കും സന്തോഷം. കോലം ഇനി റീഡിസൈൻ ചെയ്യൂ 201 ഫ്ലാറ്റ് വെച്ച്. ആ കാര്യത്തിന് പീപ്പിൾ സാധനം എന്ത് വട്ട് പിടിച്ചു. ഞാൻ പറഞ്ഞു, വിൽക്കാത്ത സാധനം ഡബിൾ ആക്കൂ. ഒരു ഫെയിലിയർ വന്നാല് അതിൽ നമ്മൾ വി ഷുഡ് നോട്ട് ഫീൽ ബാഡ്. അതിൽ ഡിഫറെന്റ് ആയിട്ട് തിങ്ക് ചെയ്ത് അത് നമ്മൾ സക്സസ് ആക്കണം. അപ്പോൾ എല്ലാവരും അയച്ചു സാറിനെ വട്ടുപിടിച്ചു. എൻ്റെ ജോലി എന്താണെന്നറിയോ, ഞാൻ എന്താ ഈ 201 ചെയ്തതെന്ന് വെച്ചാൽ ഐ വോണ്ടഡ് ടു കീപ് ദ പീപ്പിൾ മോട്ടിവേറ്റഡ് ടു ഫീൽ ദ ചെയർമാൻ നോട്ട് സംതിങ്. എനിക്ക് സത്യത്തിൽ ഒന്നും, എനിക്കൊരു പ്ലാനും വലിയ പിടിയില്ല എന്താ വേണ്ടതെന്ന്. ഹാഡ് ഗോൺ ടു മുംബൈ. അപ്പൊ നിങ്ങളുടെ പഴയ ഏഷ്യാനെറ്റ് ഉണ്ടല്ലോ, ഏഷ്യാനെറ്റിൽ നമ്മുടെ ആൻഡോ പുത്തിരി ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ആരും ഏഷ്യാനെറ്റില് റിയൽ എസ്റ്റേറ്റ് അഡ്വർടൈസ്മെന്റ് കൊടുക്കാറില്ല, ഏത് ചാനലും കൊടുക്കാറില്ല. ഞാനാണ് തുടങ്ങിയത്. അപ്പൊ ഞാൻ പുള്ളിയോട് പറഞ്ഞു, എനിക്ക് തോന്നി ഈ ഒരു അഡ്വർടൈസ്മെന്റ് ഷുഡ് ബി ത്രൂ TV. അപ്പൊ നിങ്ങളുടെ ഏഷ്യാനെറ്റ് ബാൻഡ് വാസ് സെയിം. നിങ്ങൾക്ക് 2 ബാൻഡ് ഉണ്ടായിരുന്നില്ല, ഇന്ത്യ ബാൻഡ് ഉണ്ട്, ദുബായ് ബാൻഡ് സെയിം, മിഡിൽ ഈസ്റ്റ്. അപ്പൊ എനിക്ക് തോന്നി ഓരോ വീടും മിഡിൽ ഈസ്റ്റിൽ എത്തണമെങ്കിൽ TV ആയിരിക്കും ബെസ്റ്റ് അപ്രോച്ച്. അല്ലെങ്കിൽ നിങ്ങൾ പല ന്യൂസ് പേപ്പറിൽ നിങ്ങൾ പോകണം. അപ്പൊ ആൻഡോട് മീറ്റ് ചെയ്തപ്പോ ആൻഡോ പറഞ്ഞു, ഇതിൽ ഞാനൊരു സീരിയൽ തരാം. അപ്പൊ എനിക്ക് മദറിലെ ഡോക്ടറിലെ ഇത് അമ്മായിമ്മയുടെ മരുമോളുടെ പ്രോഗ്രാം എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. ഞാനൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനി, എനിക്കൊരു റിയൽ പ്രോഡക്റ്റ് വേണം, റിയാലിറ്റി ഷോ. അപ്പൊ ആൻഡോ പറഞ്ഞു സ്റ്റാർ സിംഗർ. അപ്പൊ ആൻഡോ പറഞ്ഞു, കഴിഞ്ഞ കൊല്ലം അത്രയൊന്നും TRP ഇല്ലാത്ത സാധനമുണ്ട്, അത് വേണമെങ്കിൽ എടുത്തോളം പറഞ്ഞു. പക്ഷെ അതിൽ വലിയ കാര്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല. അങ്ങനെ ആൻഡോ എന്നോട് 5 ലക്ഷം രൂപയാണ് ഫസ്റ്റ് പ്രൈസ് ചോദിച്ചത്. ഓക്കെ, അവിടെ വെച്ച് ഞാൻ ആൻഡോണ്ട് പറഞ്ഞില്ല 40 ലക്ഷം രൂപ ഞാൻ തരാമെന്ന്. അതായത് അങ്ങോട്ട് 5 മതി എന്ന് പറയുമ്പോൾ അങ്ങോട്ട് 40 തരാമെന്ന്. അപ്പൊ തന്നെ ആൻഡോ പോയിട്ട് പുള്ളിയുടെ സീനിയറെ വിളിച്ചു, എനിക്ക് വട്ടുണ്ടാൻ ചോദിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ചോദിച്ചു കാണോ. അപ്പൊ ആൻഡോ തിരിച്ചു വന്നിട്ട് പിന്നെയും എന്റെ അടുത്ത് അപ്സെറ്റായി. ഞാൻ ആക്കിയതാണോ, അങ്ങനെയാണ് പൂവാക്കിയതാണോ, എനിക്ക് ആ വേർഡ് അന്നാണ് ഞാൻ പഠിച്ചത്. ഇത് വേണ്ടായിരുന്നു. ഞാൻ നമ്മുടെ നാട്ടുകാരനെ ചോദിച്ചു പറഞ്ഞ്, നിങ്ങൾ എന്റെ ബോസിന്റെ അടുത്തും എന്നെ ചീത്ത വിളിപ്പിച്ചല്ലോ. അപ്പൊ ഞാൻ സീരിയസ് ആണ്, 40 ലക്ഷത്തിന്റെ ഫ്ലാറ്റ് ഞാൻ തരാന്ന്. അപ്പൊ ആൻഡോ ചോദിച്ചു, റിയൽ അല്ലേ ഊവാക്കല്ലോ നിങ്ങൾ പറഞ്ഞല്ലേ. പിന്നെ പോയിട്ട് പുള്ളിയുടെ ബോസെ വിളിച്ചു, ശരിക്കും പറഞ്ഞതാണെന്ന്. അപ്പൊ പുള്ളി ബോസ് ഈ റോയ് ആരാന്നറിയില്ല, കോൺഫിഡന്റ് ആരാന്നറിയില്ല, എന്തായാലും വൈറ്റ് പേപ്പറിൽ എഴുതി വാങ്ങിച്ചോളൂ സിഗ്നേച്ചർ. അങ്ങനെ വൈറ്റ് പേപ്പറിൽ ഞാൻ സൈൻ ഇട്ടു. പിന്നെ അവർ കോൺട്രാക്ട് അയച്ചു. ഈ ഒരു സ്നേഹം അന്ന് ഞാൻ 5 ചോദിച്ച 40 കൊടുത്തുള്ളൂ. ഞാനായിരുന്നു ഐഡിയ സ്റ്റാർസിന്റെ അന്നത്തെ ബ്രാൻഡ് അംബാസഡർ. അപ്പോ ഞാനൊരു ലിമോസിനിൽ വരും, നിങ്ങൾ പാട്ട് പാടൂ, ഫ്ലാറ്റ് നേടുന്നു. അപ്പൊ ആൾക്കാർ ചോദിക്കും, ഇവനാരാണ്, ഇവന് പാട്ടിന് എന്ത് സംബന്ധം? ഒരു 20 പ്രാവശ്യം ഞാൻ വരാണ്ട് ഒരു ദിവസം, 20-25 പ്രാവശ്യം ടിവിയിലൂടെ വരും. അവർക്ക് സ്നേഹപൂർവ്വം. അങ്ങനെ ഞാനൊരു ഐഡന്റിഫൈഡ് പേഴ്സൺ ആയി, കോൺഫിഡന്റ് ഒരു ഐഡന്റിഫൈഡ് ബ്രാൻഡായി. ഓക്കെ, അന്ന് 40 ലക്ഷത്തിന്റെ ഫ്ലാറ്റ് അനൗൺസ്. എനിക്ക് തോന്നി 5 ലക്ഷം കൊടുത്ത് ആരും നോക്കില്ല. ബിക്കോസ് പ്രീവിയസ് ഇയറിലും 5 ലക്ഷം കൊടുത്തിട്ടുണ്ട്. 5 എത്ര കൊടുത്തെന്ന് എനിക്കറിയില്ല, 5 എന്നോട് പറഞ്ഞു. അപ്പൊ സഡൻ ആയിട്ട് ഒരു ഞെട്ടിക്കൽസ് ഇല്ലേ ആൾക്കാർക്ക് കേൾക്കുമ്പോ, 40 ലക്ഷം
ഇയാൾ ആരാണ്? കോൺഫിഡന്റ് എന്താണ്? ഓവർനൈറ്റ് വി ബിക്കേം എ ബ്രാൻഡ്. ഗഫാർ തിരിച്ചും ദുബായിലേക്ക് വന്ന് റോഡ് ഷോ നടത്തി. ഓക്കെ, ഗഫാർ ഇസ് എൻ എക്സ്ട്രീംലി കേപ്പബിൾ പേഴ്സൺ. ഈ ട്രിപ്പിൽ എത്ര എണ്ണം വിറ്റു എന്നറിയോ? 100 എണ്ണം വിറ്റു. ബ്രാൻഡ് ആൾക്കാരിലേക്ക് എത്തി. ഈ പ്രോഗ്രാമിലൂടെ എത്തി. 100 ഫ്ലാറ്റ് വാസ് സോൾഡ് ഇൻ 3 days. 3 മാസം മുമ്പ് ബൂജ അടിച്ച ആൾക്കാരാണ്. അന്ന് എന്റെ സ്റ്റാഫിന് മനസ്സിലായി ഇയാളുടെ ഇന്റൻഷൻ വേറെയാണ്. എന്താണ് ഇങ്ങനെ ചിന്തിക്കാൻ ഇയാളെ കൊണ്ടേ പറ്റത്തുള്ളൂ. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടവും വന്ന് ബിസിനസ് ഏകദേശം പൂട്ടിക്കെട്ടുമെന്നൊരു അവസ്ഥ വന്നപ്പോൾ ഇയാൾ ചെയ്ത പരിപാടി നോക്കി നിങ്ങൾ. ആരും ചിന്തിക്കാത്ത വഴിയിലൂടെ ഇദ്ദേഹം ബിസിനസ് തിരിച്ചു പിടിച്ചു. നേരെ ഏഷ്യാനെറ്റ് മേധാവിനെ പോയി കണ്ട് ഏതെങ്കിലും റിയാലിറ്റി ഷോ അങ്ങ് സ്പോൺസർ ചെയ്യാമെന്ന് ഇയാൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് 42 ലക്ഷം രൂപയുടെ ഐഡിയ സ്റ്റാർസിംഗുടെ പ്രോഗ്രാം ഇയാൾക്ക് ലഭിക്കുന്നത്. ആ ഒരൊറ്റ സ്പോൺസർഷിപ്പ് കാരണം പിന്നീട് അങ്ങോട്ട് ഇയാൾക്ക് വെച്ചടി കയറ്റമായിരുന്നു. അങ്ങനെയൊന്നും ആരും ഇങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് ചിന്തിച്ചിട്ടും കൂടി കാണില്ല. അവിടെയാണ് ഇദ്ദേഹം ഡിഫറെന്റ് ആയി ചിന്തിച്ച് ഡിഫറെന്റ് ആയ ഒരു സക്സസ് സ്റ്റോറി ഉണ്ടാക്കിയെടുത്തത്. ഇങ്ങനെ അദ്ദേഹം ജീവിതത്തിൽ ഓരോ സിറ്റുവേഷനിലും പല വഴികളിലൂടെ സഞ്ചരിച്ച് സക്സസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ പ്രതിസന്ധികളെ നിഷ്പ്രഭം നേരിടുന്ന ഒരാൾ ഒരു IT റെയ്ഡ് കാരണം ചുമ്മാ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എനിക്കൊന്ന് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ വിശ്വസിച്ചേ പറ്റൂ അല്ലേ? മനസ്സിന്റെ ഓരോ കാര്യങ്ങളാണല്ലോ. എത്ര കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാലും ഒരു നേരത്തെ ചിന്താഗതി മതി മനസ്സൊന്ന് തകർന്നു പോകാൻ, ഒരു തെറ്റായ ഡിസിഷൻ എടുക്കാൻ അല്ലേ? ഇവിടെ അങ്ങനെ സംഭവിച്ചതുമാകാം. പിന്നെ അറിഞ്ഞിടത്തോളം ഇയാൾ ഭയങ്കര അഭിമാനിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്റെ അഭിമാനത്തിന് ഒരു കോട്ടവും തട്ടാൻ പാടില്ല, എന്റെ പേരിന് ഒരു കളങ്കവും വരാൻ പാടില്ല എന്ന് എപ്പോഴും ചിന്തിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അങ്ങനെയുള്ള ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ IT റെയ്ഡ് കാരണം ഇദ്ദേഹത്തിന് അഭിമാനത്തിന് എന്തെങ്കിലും കളങ്കം തട്ടുമെന്നൊരു ചിന്ത ഇദ്ദേഹത്തിന് വന്ന് കാണണം. അതും ഇദ്ദേഹത്തിന് ഒരു ആത്മഹത്യക്ക് കാരണമാകാം അല്ലേ? എന്തായാലും ഇതുകൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ. ഇനിയും CJ റോയിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. എസ്പെഷ്യലി ഇപ്പൊ നിലവിൽ ലോകത്തിലെ തന്നെ ടോപ്പ് ബ്രാൻഡ് ആയിട്ടുള്ള ഒരുവിധ കാറുകളെല്ലാം ഇപ്പൊ CJ റോയിന്റെ കയ്യിലുണ്ട്. അങ്ങനെ കാറുകൾ അദ്ദേഹം വാങ്ങി കൂട്ടിയതിന്റെ കാരണവും ഇദ്ദേഹം ഈ ഇന്റർവ്യൂവിൽ വന്നിരുന്ന് പറയുന്നുണ്ട്. അതും ഭയങ്കര ക്വൈറ്റ് ഇൻസ്പിറേഷണൽ ആണ്. നിങ്ങളൊന്ന് കേട്ടു നോക്കിയത്. ഒരുപക്ഷെ ഇതുപോലുള്ള ഒരു പോഡ്കാസ്റ്റ് ലോകത്തിലെ എല്ലാ മുന്തിയ വാഹനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നത് ആദ്യമായിട്ടായിരിക്കും. താങ്ക് യു. വണ്ടി പ്രാന്ത് തുടങ്ങിയത് എപ്പോഴാണ്? ചെറുപ്പത്തിൽ എന്റെ വീട്ടിലൊരു TVS 50 സ്കൂട്ടറൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കാർ എന്ന് പറഞ്ഞാൽ അന്നൊക്കെ ഭയങ്കര ഒരു റെയർ ഐറ്റം അല്ലേ, ഒരു നോട്ട് മെനി പീപ്പിൾ ആയിട്ട്. അതെ. അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്കത് 8ലും 9ലും പഠിക്കുമ്പോഴാണ് ഡോൾഫിൻ എന്ന് പറഞ്ഞ കാർ ലോഞ്ച് ആവുന്നത്. അത് സിപ്പാനി മോട്ടോഴ്സ് ചെയ്തൊരു ഫൈബർ ഗ്ലാസിന്റെ ഒരു കാറാണ്. അതിന് മുമ്പ് അംബാസിഡറും പ്രീമിയർ ആയിരുന്നു ഫേമസ്. അപ്പൊ ഇതൊരു നല്ല ഭംഗിയുള്ള കാറാണ്. അപ്പൊ ഇതൊരു ഷോറൂമില്, എന്റെ സ്കൂളിന്റെ അവിടെ ഷോറൂമിലാണ് ഇത് ലോഞ്ച് ചെയ്തത്. അപ്പോൾ നാട്ടുകാർ മുഴുവൻ ഫുൾ ക്രൗഡാണ് അവിടെ. അപ്പൊ എനിക്ക് ഈ കാർ കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ എന്റെ ബ്രദേഴ്സ് ഒന്നും കയറാൻ പറ്റിയില്ല. അപ്പൊ എന്റെ ബാഗ് എന്റെ വെപ്പനാണ്. ബാഗ് എടുത്ത് ഇങ്ങനെ അടിക്കാൻ ആൾക്കാർ എവിടെയും ഇങ്ങനെ പോയി എന്റെ കാറിന്റെ അടിയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ അതിന്റെ ഭംഗി കാണാം. അപ്പൊ സെയിൽസ്മാൻ വന്ന് പറഞ്ഞു, നീ ഈ കാർ മേടിക്കോ, നീ പുറത്തു പോവാ. അപ്പൊ എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയി. ഇറക്കി വിട്ടു. നീ പുറത്തിറങ്ങി പോകുന്നു. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു, ഞാൻ ലോകത്തെല്ലാ കാറും മേടിക്കും, എന്റെ പൈസ ഉണ്ട്. ആ ഒരു ദിവസം വരും. ഇന്നാ സെയിൽസ്മാനെ കണ്ട ഞാനൊന്ന് പറയണമുണ്ട്. ദാറ്റ് ഡേ എന്റെ മനസ്സിൽ കയറി, ഐ ഷുഡ് ബൈ ഓൾ ദ കാർ. അങ്ങനെ എന്റെ കല്യാണം കഴിഞ്ഞു. ആദ്യം വിത്തിൻ 3 months ഐ ബോട്ട് എ മാരുതി 800 റെഡ് കളർ കാർ. ഓക്കെ, അതിനന്ന് 1,10,000 രൂപയാണ് കൊടുത്തത്. ഓക്കെ, ആ കാർ മേടിച്ച് വീട്ടിൽ വന്ന് അന്ന് 10,000 രൂപയാണ് അഡ്വാൻസ് കൊടുത്തിട്ടില്ല, ഇനി 1 ലക്ഷം കൊടുക്കാണ്ട്. അപ്പൊ ഞാൻ വണ്ടി നിർത്തിയിട്ട് ഭാര്യ വിളിക്കാം. ഭാര്യ വിളിച്ചു, ഇതെവിടുന്ന്? ഭാര്യയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടാ. ഞാൻ പറഞ്ഞു കാർ വിളിച്ചു. അപ്പൊ ഞാൻ പറയണ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് അറിയോ, ഇത് ആദ്യത്തെ കാറാണ്, ഇനി 6 കാർ വരും. അപ്പൊ ചോദിച്ചു അതെന്തിനാ ചോദിച്ചു. അപ്പൊ പറഞ്ഞു 7 കളറിൽ 7 കാറ്, Monday 1, Tuesday 1, Wednesday 1. അപ്പൊ ഭാര്യ ചിരിച്ചിട്ട് പറഞ്ഞു, ഇതിന്റെ ബാക്കിയുള്ള പൈസ കൊടുക്കും, പിന്നെ 6 കാർ നോക്കാന്ന്. പക്ഷെ 6 കൊല്ലം കഴിയുമ്പോൾ എന്റെ അടുത്ത് 15 കാർ ഉണ്ടായിരുന്നു. അതാണ് ഒരു സെയിൽസ്മാനോടുള്ള ഈഗോന്റെ പുറത്ത് ഇയാൾ വാരിക്കൂട്ടിയത് 13 കാറുകളാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ രീതിയിലൊക്കെ ലൈഫിനെ നോക്കി കാണുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. എപ്പോഴും വാശിയും സക്സസ് ആകണമെന്ന അതിയായ ആഗ്രഹവും കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ജീവിതത്തിൽ പലരും പലപ്പോഴും ഇദ്ദേഹത്തെ തളർത്താൻ ശ്രമിച്ചപ്പോഴെല്ലാം ഇരട്ടിയായി ഉയർന്ന് പറന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹം തന്നെ ഈ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ആരെങ്കിലും ഒരാൾ ഇയാളോട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാര്യം പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ആ പറഞ്ഞ കാര്യം സാധിക്കാൻ വേണ്ടി ഏതറ്റം വരെയും ഇയാൾ പോകും. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള മനുഷ്യനാണ് ഇദ്ദേഹം. അങ്ങനെയുള്ള ഇദ്ദേഹം ഇങ്ങനെ സ്വയം ജീവൻ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തോ എനിക്കങ്ങ് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള പോലെ. എനിവേ, ഇനി ഈ ഇന്റർവ്യൂവിൽ തന്നെ ഇദ്ദേഹം ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്, അത് അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. നിങ്ങൾ എന്തായാലും അതും കൂടി കേട്ടോ, അതും കൂടി കേട്ടേച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഇവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ വണ്ടിയുടെയും നമ്പറിന്റെ അവസാനം 1475 വരുന്നുണ്ട്, 1675, 1875, 75 മൊത്തം അവസാനിക്കുന്നത് കാണുന്നത്. എന്റെ ലക്കി നമ്പർ 3 ആണ്. അപ്പൊ ഐ ഗോ ഫോർ എ ടോട്ടലിംഗ് ഓഫ് 3, 7 and 5, 12, 1 and 2, 3. എന്റെ ഇന്ത്യയിലത്തെ എല്ലാ കാർ നമ്പറും 3 ആണ്. നമ്പർ 3. ഓക്കെ, ദുബായിൽ 3 കിട്ടില്ല, അത് റോയൽ ഫാമിലിയുടെ നമ്പറാണ്. അപ്പൊ അങ്ങനെ ഒന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തൊരു സിസ്റ്റമാണ്. എങ്ങനെയാണ് 3 ലക്കി നമ്പർ ആവുന്നത്? എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 12.
12th ഫെബ്രുവരി, എൻ്റെ ഭാര്യ 21st ഫെബ്രുവരി, എൻ്റെ മോള് 3rd മെയ്, മോൻ മാത്രമാണ് 16th വന്നത്. ഓക്കെ. അപ്പോൾ ഈ 3 എൻ്റെ ലൈഫിൽ കുറെ കളിച്ചിട്ടുണ്ട്. എൻ്റെ ഫാദർ തൃക്കേട്ടയാണ്, ഞാൻ തൃക്കേട്ടയാണ്, എൻ്റെ ബ്രദർ തൃക്കേട്ടയാണ്. എല്ലാം 3-3-3 കിടന്ന് കളിക്കുമ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു ന്യൂമറോളജിയാണ് ഇത് 3. ബട്ട് ഇറ്റ് ഹാസ് ബീൻ വെരി സക്സസ്ഫുൾ. അതാണ് ഇയാളുടെ മരണവും ഇതേമാതിരി 3 തുടങ്ങുന്ന ഒരു ഡേറ്റിലും സംഭവിച്ചു എന്നുള്ളതാണ്. 30/1/2026. അവിടെയും 3 എന്ന് പറഞ്ഞൊരു സംഖ്യ കയറി എന്നുള്ളതാണ് അല്ലേ. എല്ലാം ഒരു ഇൻസിഡന്റ് പോലെ സംഭവിച്ചു എന്നുള്ളതാണ്. എന്നിരുന്നാലും നിലവിൽ ഇപ്പോൾ ഈ മരണവുമായി ബന്ധപ്പെട്ടു ഒരുപാട് ദുരൂഹതകൾ മറന്നീക്കി പുറത്തേ വരേണ്ടതുണ്ട്. നമുക്ക് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ സംസാരിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടാകുന്ന പക്ഷം തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.